ഒന്നുകിൽ ഇറാൻ അല്ലെങ്കിൽ അമേരിക്ക. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഡൊണാൾഡ് ട്രംപ് വച്ചിരിക്കുന്ന പുതിയ അന്ത്യശാസനമാണിത്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു രാജ്യവും ഇനി അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കണമെങ്കിൽ 25% അധിക തീരുവ നൽകേണ്ടി വരും. ഇന്ത്യയും ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള വമ്പൻ ശക്തികളെ ഒരുപോലെ മുൾമുനയിൽ നിർത്തുന്ന ട്രംപിന്റെ ഈ നീക്കം ആഗോള സാമ്പത്തിക രംഗത്ത് വലിയൊരു ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. എന്താണ് ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ? ഇത് ഇന്ത്യയെ എങ്ങനെയൊക്കെ ബാധിക്കും നോക്കാം. അധികാരമേറ്റതിന് പിന്നാലെ തന്റെ അമേരിക്ക ഫസ്റ്റ് നയം കൂടുതൽ കടുപ്പിക്കുകയാണ് ട്രംപ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള നടപടികൾ വരുന്നത്. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ലോകത്തെ ഞെട്ടിച്ച ഈ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. ഇറാനുമായി ബിസിനസ് ബന്ധമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും 25% താരിഫ് ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനി ഭരണകൂടത്തിന് ലഭിക്കുന്ന ആഗോള പിന്തുണ പാടെ ഇല്ലാതാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇറാനിൽ നിലവിൽ ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധം നടക്കുകയാണ്. 600-ലധികം പേർ കൊല്ലപ്പെട്ട ഈ സംഘർഷങ്ങളിൽ പ്രതിഷേധക്കാർക്ക് നേരെ ഇറാൻ സൈന്യം നടപടി തുടർന്നാൽ അമേരിക്കൻ സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ സൈനിക നീക്കത്തിന് മുൻപ് സാമ്പത്തികമായി ഇറാനെ ശ്വാസം മുട്ടിക്കാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയുമാണ്. ചൈനയുടെ കാര്യം എടുത്താൽ ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണവർ. പുതിയ താരിഫ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയുടെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല. ഇറാന്റെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കൂടാതെ ഇറാനിലെ ചബഹാർ തുറമുഖം വഴി മധ്യേഷ്യയിലേക്കുള്ള വ്യാപാരപാത ഒരുക്കാൻ ഇന്ത്യ കോടിക്കണക്കിന് രൂപയാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. ട്രംപിന്റെ പുതിയ താരിഫ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും ഈ തന്ത്രപ്രധാനമായ പദ്ധതിയും ഒരുപോലെ ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. റഷ്യ ആകട്ടെ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാനുമായി ആയുധ ഊർജ്ജ മേഖലകളിൽ ആഴത്തിലുള്ള ബന്ധമാണ് പുലർത്തുന്നത്. ഇതുകൂടാതെ UAE, തുർക്കി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും ട്രംപിന്റെ ഈ താരിഫ് ബോംബിൽ പതറി നിൽക്കുകയാണ്. ഇറാനെതിരെയുള്ള ട്രംപിന്റെ ഈ യുദ്ധം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2015 ആണവ കരാറിൽ നിന്ന് പിന്മാറിയത് മുതൽ ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്നത് അമേരിക്കയുടെ പ്രധാന അജണ്ടയാണ്. ഇറാന്റെ എണ്ണ ഇതര കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രങ്ങളായിട്ടുള്ള ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും ഇനി അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറും. ലോകത്തെ 2 ധ്രുവങ്ങളായി തിരിക്കാൻ ട്രംപ് നടത്തുന്ന ഈ നീക്കം ആഗോള വിപണിയിൽ വിലക്കയറ്റത്തിനും വലിയ അസ്ഥിരതയ്ക്കും കാരണമായേക്കാം. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ തീരുമാനം വെറുമൊരു നികുതി വർധനവല്ല, മറിച്ച് ഇറാനെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഒരുപോലെ തളയ്ക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ തന്ത്രമാണ്. അമേരിക്കൻ വിപണി വേണോ അതോ ഇറാനുമായിട്ടുള്ള സൗഹൃദം വേണോ എന്ന് ലോക രാജ്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും. ഇന്ത്യ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്നാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.